തയ്ച്ചിട്ടുണ്ട്. കഴുത്ത് ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് വടിച്ചു വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ എടുത്ത് വെട്ടിയാൽ കൈയുടേത് എടുത്ത് വെട്ടിയല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടെ നമ്മൾ എടുത്ത് വെട്ടണം. കൈക്കുഴി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ മുറിയാതെ ഈ കൈക്കുഴി ഈ കൈയുടെ ഇവിടെ കുഴിയില്ലേ ഈ കുഴി മാത്രം കണ്ടോ. ഇത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുറിയാൻ പാടില്ല. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ വന്നിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഷേപ്പ് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഷോൾഡറിൻ്റെ അവിടോട്ട് കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ 2 എണ്ണം എടുത്ത് വെട്ടിയല്ലോ. ആ എടുത്ത് വെട്ടിയത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രണ്ട് ഈ ഫ്രണ്ട് കണ്ടോ ഈ സൈഡിൽ തന്നെ വരണം, അല്ലെങ്കിൽ ഒരെണ്ണം തിരിഞ്ഞു പോകും. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇവിടെ ചോക്ക് വരച്ചിട്ടുണ്ടല്ലോ ഈ പീസേ കൂടെ ചീത്തവശം ഇങ്ങനെ ഒരു വര വരച്ചേക്കുക. അപ്പോൾ നമുക്കത് ചീത്തവശമാണെന്ന് മനസ്സിലാകും, കൈ തിരിഞ്ഞും പോകത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോക്ക് വശം ഉള്ള വശം തന്നെ എടുത്ത് നമുക്ക് അടിക്കാം. കണ്ടോ നമ്മളിനി ഈ വരച്ചില്ലേ ആ വശം നോക്കി അടിക്കും. അപ്പോൾ കൈ ഫ്രണ്ട് വെട്ടിയത് തിരിഞ്ഞു പോകത്തില്ല. സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഇത് തയ്ച്ചു. ഇനി ഒരു പടിയും കൂടെ മടക്കി അടിക്കണം. 2 മടക്കിട്ട് വേണമെങ്കിൽ അടിക്കാമായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു മടക്കിട്ട്. അറിയാൻ വയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അകത്ത് ചുളുങ്ങും. ഇതിങ്ങനെ ഒരടിയും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ കൈയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മടക്കി വെച്ച് നോക്കാം. കണ്ട ഈ എടുത്ത് വെട്ടിയത് ഇവിടെ വന്നു. കണ്ട ഇത് ഫ്രണ്ട് വശം വന്നു, ഇതും ഫ്രണ്ട് വശം വന്നു. എടുത്ത് വെട്ടിയത് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വരണം, ഒരെണ്ണം ബാക്കി പോകരുത്. നമുക്ക് കൈ പിടിപ്പിക്കാം. ഷോൾഡർ കൂട്ടിച്ചേർത്തിടം എടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ ചിലപ്പം ഒരെണ്ണം എത്താതെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഇതാണ്. അപ്പോൾ ആ ഫ്രണ്ട് നമ്മൾ നോക്കണം. കട്ട് ചെയ്തത് ഇത് ഇപ്പോൾ അപ്പുറത്തെ കൈയിലെയാണ്. അപ്പോൾ ആ ഫ്രണ്ട് കട്ട് ചെയ്തത് എവിടെ വരുന്നെന്ന് നോക്കണം. കണ്ടോ ഇത് ഫ്രണ്ട് കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ആ ഫ്രണ്ടിൽ വരത്തക്കതുപോലെ തന്നെ നമ്മൾ വെച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ കൈ തയ്ക്കുമ്പോൾ ടോപ്പിൻ്റെ നല്ല വശം കൈയുടെ നല്ല വശം രണ്ടും നല്ല വശം തമ്മിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്. കണ്ടോ 6-1 വണ്ണം പ്ലസ് 2 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവ് തന്നെ
തിരിച്ച് വെച്ച് ഒന്നുകൂടെ അടിക്കാം. ഒരു കൈ പിടിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത കൈ പിടിപ്പിക്കാം. അപ്പോൾ നല്ല വശവും ഇതിൻ്റെ നല്ല വശം കണ്ടോ. ആ ഈ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടിയത് ഫ്രണ്ടിൽ തന്നെ വന്നത് കണ്ടോ. തയ്ക്കാൻ പോകുമ്പോൾ വര വരച്ചിട്ടുണ്ടല്ലോ രണ്ട് സൈഡിലും. ആ വരയിൽ കൂടെ വേണം നമ്മൾ തയ്ക്കാൻ. അപ്പോൾ കൈവണ്ണം ഇവിടെ പോയിൻ്റ് ചെയ്തേക്കുന്നതാണല്ലോ. ആ കൈവണ്ണം പോയിൻ്റ് ചെയ്തതിൽ നമ്മൾ എത്ര ആയിരുന്നു കൈവണ്ണം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. കൈയുടെ തുമ്പുവണ്ണം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ വണ്ണം എടുക്കുക. ഇവിടെ 9.5 ആണോ, 9.5 ആകുമ്പോൾ 4.25. ആ 4.25 ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. തയ്ച്ച് വരുമ്പം നമ്മളിവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ വണ്ണം. ആ വണ്ണം പോയിൻ്റ് ചെയ്ത ഇതേ അളവെ കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ.